നമ്മളിന്ന് ഉള്ളത് മഹാദേവന്റെ സ്വന്തം മണപ്പുറത്താണ്. ആലുവ മഹാദേവ ക്ഷേത്രത്തിലാണ്. നമ്മളോടൊപ്പം എന്നുള്ളത് കൃഷ്ണൻ നമ്പൂതിരിയാണ്. ജന്മത്തിൽ വിശ്വസിക്കാം എങ്കിൽ പുനർജന്മത്തിലും വിശ്വസിക്കാമല്ലോ. സ്വാമി വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പുനർജന്മത്തിലും വിശ്വസിക്കാം. പിന്നെ ഇവിടെ മറ്റുള്ള അമ്പലങ്ങൾ പോലെയല്ല, ഈ മറ്റുള്ള മഹാക്ഷേത്രത്തിന്റെ ആവരണങ്ങളൊന്നുമില്ല. ഭൂതങ്ങള് അമ്പലം പണിതൊന്നും അതങ്ങനെ മുഴുവനാക്കാണ്ട് പോയി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. ഒരു തുറന്ന ക്ഷേത്രമായിട്ട് മഹാദേവനെ എപ്പോ വന്നാലും ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഈ കൈവഴി ആ പ്രളയത്തിന്, ഈ തെക്ക് വശത്തുള്ള കൈവഴി ആ പ്രളയത്തിന് ശേഷം രൂപം കൊണ്ടതെന്നാണ് പറയുന്ന ചരിത്രകാരന്മാര്. എന്തായാലും നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനിരിക്കുന്ന സങ്കേതമല്ല. ചോദിക്കുന്നവർക്ക് ആഗ്രഹങ്ങളാണ്, കൊടുക്കുന്നവന് അതിന്റെ ഉപയോഗം കൂടി മനസ്സിലാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു മനഃശാസ്ത്രം. നമസ്കാരം. നമ്മളിന്ന് ഉള്ളത് മഹാദേവന്റെ സ്വന്തം മണപ്പുറത്താണ്. ആലുവ മഹാദേവ ക്ഷേത്രത്തിലാണ്. നമ്മളോടൊപ്പം എന്നുള്ളത് കൃഷ്ണൻ നമ്പൂതിരിയാണ്. നമസ്കാരം. ആലുവ മണപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേട്ടു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതി തത്താനുള്ള ആറാട്ട് മഹാദേവനെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആലുവ മഹാദേവ ക്ഷേത്രം. അതിന്റെ ആ ഒരു അനുഗ്രഹമൊക്കെ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാവാമെന്ന് തിരുമേനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഒന്നാമത് ഇത് പഴയകാലത്ത് ഇത് പുഴയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പൊ ആ കാലത്തെ കാലവർഷങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ മറ്റുള്ള അമ്പലങ്ങൾ പോലെയല്ല, ഈ മറ്റുള്ള മഹാക്ഷേത്രത്തിന്റെ ആവരണങ്ങളൊന്നുമില്ല. ഭൂതങ്ങള് അമ്പലം പണിതൊന്നും അതങ്ങനെ മുഴുവനാക്കാണ്ട് പോയി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. ഇവിടെ ഈ ആറാട്ടിനെ സംബന്ധിച്ച പ്രശ്നം എന്താ വെച്ചാൽ, കൊല്ലത്തിലൊരിക്കലെങ്കിലും പുഴയിൽ വെള്ളം മുങ്ങി അതിൽ ഭഗവാൻ ആറാടണം. അപ്പൊ അതിൽ ചിലപ്പോൾ 1, 2, 3 തവണയൊക്കെ ആറാടും. ആദ്യത്തെ തവണ ആറാടി കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ കൂടി വന്ന് ഇത് തീർത്ഥം പോലെയാണത്, അതിൽ മുങ്ങി കുളിക്കും. അപ്പൊ ആ കൊല്ലത്തെ പാപമൊക്കെ തീർന്നു എന്നൊക്കെയാണ് സങ്കല്പം. അതിനൊപ്പം തന്നെ ഈ മിക്കവാറും ശിവരാത്രിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം വരിക. അപ്പോ ഈ ആത്മീയ പരിവേഷം പോലെ തന്നെ പ്രകൃതിയുടെ ഒരു ശുദ്ധീകരണം കൂടിയാണ്, പരിസര മലിനീകരണം ഒക്കെ മാറ്റുക, അതും കൂടിയാണ്. ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതും ഇതിനൊരു പ്രാധാന്യമാണ്. എന്തായാലും അത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ. പ്രകൃതി ദത്താൽ തന്നെ ഉള്ള ഒരു ആറാട്ട്. അതെ, കാരണം ഇവിടെ പ്രകൃതിയാണ്, പഞ്ചഭൂതങ്ങളാണ് ഈ ശിവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും ഈ പരശുരാമ പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രതിഷ്ഠയും സ്വയംഭൂവും രണ്ടും രണ്ടാണ്. പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീഡിയേറ്റർ ഉണ്ട്, ഒരാൾ ചെയ്യണം. മറ്റത് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ സ്വയംഭൂ അല്ലേ? അതെ, ഇവിടെ സ്വയംഭൂവാണ്. തിരുമേനിക്ക് ഇവിടുത്തെ പണ്ടുണ്ടായ ഒരു പ്രളയത്തെ പറ്റിയിട്ട് തിരുമേനി ആ ഒരു സമയത്തേക്ക് ഇവിടെ ഉണ്ടാവായിട്ടുണ്ടാവും. ഈ 2018 പ്രളയം പോലെ ഉണ്ടായി. പക്ഷെ ഒരു 100-700 കൊല്ലം മുമ്പ് ഇതുപോലെ മഹാപ്രളയം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ പുഴ ഇന്നിപ്പോ 2 കൈവഴിയാണ്. പക്ഷെ ഈ കൈവഴി ആ പ്രളയത്തിന്, ഈ തെക്ക് വശത്തുള്ള കൈവഴി ആ പ്രളയത്തിന് ശേഷം രൂപം കൊണ്ടതെന്നാണ് പറയുന്ന ചരിത്രകാരന്മാര്. അത് അങ്ങോട്ടായിരുന്നു പുഴ. ഈ കൊച്ചി തുറമുഖമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നാ പറയുന്നത്. അപ്പോ അതാണ് ആ ഒരു പ്രളയം. അത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഈ തലമുറ കണ്ട വലിയൊരു പ്രളയം എന്ന് പറഞ്ഞാൽ ഈ 2018 പ്രളയമാണ്. അതെ, ആ സമയത്തൊക്കെ ആലുവ ക്ഷേത്രത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറി ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു തുറന്ന ക്ഷേത്രമായിട്ട് മഹാദേവനെ എപ്പോ വന്നാലും ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു രീതിയില് മഹാദേവനോട് വന്നിട്ട് എന്തായിരിക്കാം പ്രാർത്ഥിക്കേണ്ടത്? പലരും പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഹാദേവനോട് വന്നിട്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പറയരുതെന്ന് ഒരിക്കലും. പക്ഷെ മഹാദേവനോട് നമ്മൾ എന്താണ് കൊണ്ട് പ്രാർത്ഥിക്കുക? ഈ എല്ലാ ദേവതകളെയും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിലാണ്. ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികളുടെ ചിന്താഗതിക്കനുസരിച്ച് വരാം. എന്നാൽ താത്വികമായിട്ട് ഒരു യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഭക്തൻ ഒന്നും പ്രാർത്ഥിക്കാനില്ല എന്നാണ്. ആ ഭക്തന് എന്താണോ വേണ്ടത് അത് അറിഞ്ഞ് കൊടുക്കുന്ന ഒരു ശക്തിയാണ്. അതില് ഈ ചോദിക്കുന്നതെല്ലാം തരാനുള്ള അവസ്ഥയിലല്ല ഒരു ഈശ്വരൻ. ഒരു യഥാർത്ഥ ഭക്തന് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കും. പിന്നെ പ്രാപഞ്ചിക തലത്തിൽ ജീവിക്കുന്ന നമ്മള്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ആരോഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുക. അനുഗ്രഹം, ആരോഗ്യം. ഈ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടുപോയില്ലേ. അതുകൊണ്ട് തന്നെയാണ് നാരായണീയ പട്ടേരി ആയുരാരോഗ്യ സൗഖ്യം എന്ന് പ്രാർത്ഥിച്ച് നിർത്തിയത്. അല്ലാണ്ട് പറമ്പ് മേടിക്കണേ, പെര മേടിക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ധനം എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യമാണ്. അപ്പോൾ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടുന്നാണ്. പിന്നെ പ്രാപഞ്ചിക തലത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ പറയും. എന്തായാലും നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനിരിക്കുന്ന സങ്കേതമല്ല. ചോദിക്കുന്നവർക്ക്
ആഗ്രഹങ്ങളാണ്. കൊടുക്കുന്നവന് അതിന്റെ ഉപയോഗം കൂടി മനസ്സിലാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു മനഃശാസ്ത്രം. പരീക്ഷിക്കുമോ മഹാദേവൻ? ഭക്തന്മാരെ പരീക്ഷിക്കും. വിശ്വാസമുള്ളവരെയല്ലേ ചുമതല ഏൽപ്പിക്കുള്ളൂ. അപ്പൊ ആരാണോ ഭക്തൻ അയാളെ പരീക്ഷിച്ചതിന് ശേഷമേ, പരീക്ഷ എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ. നമ്മളൊരു വിദ്യ പഠിച്ചാൽ പരീക്ഷിച്ചാലേ എന്റെ ഡിഗ്രി കിട്ടുള്ളൂ. അതെല്ലാ മേഖലയിലും ഉണ്ട്. അതേപോലെ തന്നെ മണപ്പുറത്തെ സംബന്ധിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആലുവ പുഴയിൽ ഒരുപാട് മരണങ്ങൾ നടക്കുമെന്നുള്ളത്. മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയായിരുന്നു. അപ്പോ മഹാദേവന്റെ തന്നെ മണ്ണില് ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവോ ഒരു മരണങ്ങളുമായി? അത് ഈ പുഴയുടെ തീരം ഈ തർപ്പണത്തിനൊക്കെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ ഈ മരണം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു 90% അശ്രദ്ധ കൊണ്ട് വരുന്നതാണ്. സ്വാഭാവിക മരണം എന്ന് പറയാൻ പറ്റില്ല. പുഴയിൽ ഇറങ്ങുന്നവരും അശ്രദ്ധയൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും പിതൃക്കളുടെ ഒരു ആവാസ കേന്ദ്രം എന്നൊക്കെ സങ്കല്പിക്കാം. തർപ്പണമൊക്കെ ദിവസം ഉണ്ട് ഇവിടെ. പിതൃക്കളിനെ എന്ന് പറയുമ്പോ അപ്പൊ ഒരുപാട് അല്ലെങ്കിൽ ആ ഒരു ബലി സമയത്തൊക്കെ ഒരു ആയിരക്കണക്കിന് ആൾക്കാരല്ലേ വന്ന് പിതൃതർപ്പണം നടത്തുന്നത്? അല്ല, അത് ഈ ജീവനുള്ള വസ്തു പ്രാണൻ പോയി കഴിഞ്ഞാൽ ഒക്കെ പ്രേതമാണ്. അത് മനുഷ്യർ തന്നെ വേണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ ആ പ്രേതഭാവത്തിൽ നിന്ന് പിതൃഭാവത്തിലേക്ക് ഉയർത്തുകയാണ് ഈ തർപ്പണം കൊണ്ട്. അപ്പൊ ഈ ഒരു മനുഷ്യനെ പിശാചും ആവാം ദേവനും ആവാം. അതിന് ബേസിക്കായിട്ട് വരുന്ന അവരുടെ കർമ്മങ്ങളാണ്. ഒരാള് മരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിക്കാതെ കണ്ട് അയാൾക്ക് മോക്ഷമില്ല എന്നാണ് പറയാ. അപ്പൊ ആ നിലയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ കർമ്മം സ്വീകരിച്ചിട്ട് അവര് പുതിയൊരു ഇതിലേക്ക് പോകും. ഇപ്പൊ ജന്മത്തിൽ വിശ്വസിക്കാം എങ്കിൽ പുനർജന്മത്തിലും വിശ്വസിക്കാമല്ലോ. അത്രേ ഉള്ളൂ. സ്വാമി വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പുനർജന്മത്തിലും വിശ്വസിക്കാം. ഈ ഒരു ജന്മത്തിൽ തന്നെ 2 ജന്മവും ആവാം. കോഴിമുട്ട എന്നല്ലേ പക്ഷി ഉണ്ടാവണേ. പിന്നെ ഇതൊക്കെ ഇതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തർക്കിക്കാനുള്ള വിഷയമല്ല എന്നാണ്. ഓരോരുത്തർക്കും അവനവന്റെ യുക്തിബോധത്തിൽ കൂടി നമുക്ക് നീങ്ങാം. ഇപ്പോ ഈ സമുദ്രത്തിന് ഒരു പരാതിയില്ല, ഏത് ജലവും സ്വീകരിക്കും അല്ലേ? നമ്മുടെ ചിന്താധാരകളെ എങ്ങനെ വേണേലും നമുക്ക് നിയോഗിക്കാം. ആത്യന്തികമായിട്ട് ചെല്ലുന്ന സങ്കേതം ഒന്ന് തന്നെയാണ്. ഇപ്പോ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് രൂപപ്പെടുന്നതാണ്, നമുക്ക് മേടിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് നമ്മളുടെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെട്ടിരിക്കും. പിന്നെ ഇത് വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, ഈ തെറ്റ് ശരി രണ്ടും പറയാൻ പറ്റില്ല. അത് റിലേറ്റീവാണ്. വലത്തെ കൈ നല്ലതാണ്, ഇടത്തെ കൈ ചീത്തയാന്ന് പറയാൻ പറ്റുമോ? പ്രവൃത്തികൾ മുഴുവൻ വലത്തെ കൈയുണ്ട്. ക്ഷമ പറയുമ്പോൾ ഇടത്തെ കൈയും വേണ്ടേ? അപ്പൊ അതിന് ആപേക്ഷികമാണത്. മഹാദേവൻ ക്ഷിപ്രഗോപിയല്ലേ, അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ 2 ഭാവവും നമ്മളിലുണ്ട്. നമ്മളൊക്കെ മഹാദേവന്മാരാണ്. പക്ഷെ നന്ദിയാവാനാണോ കുറച്ചുകൂടെ പാട്? അതല്ല, നന്ദി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പലാണ്. ധർമ്മത്തിന്റെ പ്രതീകമാണ് നന്ദി. അതാണ് ഈ പൂജയുടെ മണിയുടെ ഒക്കെ മുകളിൽ ഈ കാളയുടെ രൂപം കണ്ടിട്ടില്ലേ? എല്ലാ കർമ്മങ്ങളും ധർമ്മനിഷ്ഠമായിരിക്കണം എന്നുള്ളൊരു സൂചനയാണത്. അപ്പൊ ഈ എന്താ ശിവന്റെ മുമ്പിൽ നന്ദി എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ പ്രതീകമാണ് നന്ദി. ആ ധർമ്മത്തിനെ ആചരിച്ചിട്ട് വേണം ധർമ്മത്തിന്റെ രക്ഷകനായ ദേവനെ കാണാൻ. അതാണ് അതിന്റെ തത്വത. അപ്പൊ നന്ദിയുടെ ചെവിയിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ട ചില വിശ്വാസങ്ങളാണ്. ഈ ഈശ്വരോപാസനയിൽ ഭക്തന്റെ മനോവികാരങ്ങളെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈശ്വരന്റെ. ഇപ്പൊ കാട്ടാളന്റെ ഭക്തിയില്ലേ, അയാള് വെള്ളം എടുത്ത് കുടിച്ചിട്ട് നല്ലതാണെങ്കിലേ അഭിഷേകം കഴിക്കുള്ളൂ. ഒരു പഴം എടുത്താൽ അത് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഭഗവാൻ പോകും. അതൊക്കെ ഉത്തമമായ ഭക്തിയാണ്. ഉത്തമമായ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര പവിത്രമാണ്. ഉത്തമമായ ഭക്തി എന്ന് വെച്ചാൽ നിഷ്കാമമായ കർമ്മം എന്നൊക്കെ പറയുന്നില്ലേ, ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ട് ചെയ്യാം. അതാണ് ഇതിന്റെ. ഇപ്പൊ മഹാദേവനോടൊന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് എന്റെ സങ്കല്പം. അതിപ്പോ എല്ലാരും ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആവശ്യപ്പെടാനില്ല. ഇപ്പൊ നമ്മള് കഷ്ടകാലം നല്ല കാലം എന്നൊക്കെ പറയാറുണ്ട്. രണ്ടിലും പൊതുവായിട്ട് കാലമല്ലേ, കാലം ഈശ്വരനാണ്. പിന്നെ അതിന്റെ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം കഷ്ടവും നഷ്ടവും. അത് നമ്മുടെ കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയൊക്കെയാണ്. എന്റെ സ്വന്തം ബാക്കിയൊന്നുമല്ല, വിവരമുള്ളവര് പറഞ്ഞേക്കതാണ്. ഇപ്പൊ ഈ ഓണം നമ്മള് ഭാഗവതത്തിന്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ചിലർ ചോദിക്കാറുണ്ട് വാമനാവതാരവും അതുപോലെ പരശുരാമാവതാരവും കേരളത്തിന്റെ ഉൽപ്പത്തിയും ഒക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഈ കേരളം സൃഷ്ടിച്ചു വീണ്ടെടുത്തു എന്നാണ് കഥ. വീണ്ടെടുക്കണമെങ്കിൽ മുമ്പ് ഉണ്ടാവണ്ടേ?
അതെ. അന്ന് ഈ ഭൂമിയുടെ പേര് അതാവണമെന്നില്ല. പിന്നെ ഈ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഈ പുരാണങ്ങളിൽ കഥയ്ക്ക് യുക്തിഭംഗം വന്നാൽ ഓരോ കൽപ്പങ്ങൾ മാറും. ഈ അവതാരങ്ങൾ ഇങ്ങനെ റൊട്ടേഷനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളുടെ ചോദ്യത്തിന് അർത്ഥമില്ല. പിന്നെ ഈ വാമനൻ ചവിട്ടിക്കാത്തി, അതൊക്കെ ഭാഗവതത്തിൽ പറയണമെന്നില്ല. ഈ ഭാഗവതം വായിക്കുന്ന ആൾക്കാരും പറഞ്ഞ കേൾക്കാറില്ല. ശരിക്ക് ഈ 6 അടി ചോദിച്ചു എന്ന് പറഞ്ഞു, അല്ല 3 അടി ചോദിച്ചു എന്ന് പറഞ്ഞു, ഒരു 6 അടി ചോദിക്കായിരുന്നില്ലേ? മനസ്സ്, വാക്ക്, ശരീരം, മൈൻഡ്, ബോഡി, വേൾഡ്, ഇതാണ് ഒരു മനുഷ്യന്റെ ദുരിതത്തിന്റെ അടിസ്ഥാനം. അത് 3ഉം പിന്നെ ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് അതിന്റെ താത്വികമായിട്ടുള്ള വശം. അതുപോലെ ഈ ഭൂമി അളന്നപ്പോ വിഷ്ണുവിന്റെ വലത്തെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഭൂമിയിൽ നിന്ന് ജലധാരയുണ്ടായി. അത് ആകാശത്തേക്ക് പോയി. ചന്ദ്രമണ്ഡലങ്ങളൊക്കെ കടന്നിട്ടാണ് ഭൂമിയിലേക്ക് വരുന്ന അളകനന്ദയായിട്ട് വരുന്നത്. അപ്പൊ ഈ അനുഗ്രഹിച്ചു എന്നുള്ളത് മനസ്സിലായി. പിന്നെ പുരാണങ്ങളില് അന്നത്തെ ഋഷിമാര് ഇങ്ങനെ ഉപകഥകൾ അല്ലെങ്കിൽ മെറ്റഫേഴ്സ് എടുക്കാൻ കാരണം വെച്ചാൽ അന്നത്തെ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് ചില കഥകളിലേക്ക് വന്നു. പക്ഷെ കഥകളുടെ അപ്പുറമുള്ള ആന്തരാർത്ഥം അതാണ്. പക്ഷെ പലരും ഒരു വഞ്ചനയുടെ രൂപത്തിലാണ്. അതിപ്പോ വ്യാഖ്യാനിക്കുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. ഏത് രീതിയിലും ആവാം. തത്വം അതാണെന്നർത്ഥം. അതിപ്പോ ഈ ഭാഗവതം വായിക്കുന്നവരും അത് പറയണ കേട്ടില്ല. അത് പൂക്കളം. ഇന്നിപ്പോ എവിടെ നോക്കിയാലും ജാതിയും മതവും ബഹവാ. ഒരു പൂക്കളം നോക്കിയാൽ അതിൽ പല ജാതി നിറങ്ങളുണ്ട് ഇല്ലേ? അതിന്റെ ഒരുമയാണ്. ആ മഹാവീര കാലം അത് തന്നെയാണല്ലോ ജീവിതം. ഇതൊക്കെയാണ് ഇതിന്റെ തത്വങ്ങളതാണ്. പിന്നെ ആഘോഷം. ഈ ഏതാഘോഷങ്ങൾക്കും ഇപ്പൊ ഉത്സവ ആഘോഷം എന്ന് പറയും. ഈ ആഘോഷങ്ങൾക്ക് 2 തലമുണ്ട്. ആചാരപരമായ ഇതുണ്ട്. അപ്പൊ ഈ ഓണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആചാരവും കൂടിയാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് അതിന്റെ എല്ലാവരും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഓണം ആഘോഷിക്കട്ടെ. ഏകം സത്ത് ഇപ്രാ ബഹുധാവതന്തി എന്ന് പറയും. എല്ലാം ഒന്നാണ്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുമ്പോൾ നമ്മളൊക്കെ വിശാല മനസ്കരാണ്. ഇവിടെ ഇപ്പോ ഈ അധികാരം അതാണ് എല്ലാവർക്കും. അവിടെ വരുമ്പോഴാണ് ഈ തെറ്റുന്നത്. നമുക്കൊക്കെ ഓരോ പേരും നാളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് വല്ല പേരോ നാളോ വല്ലതും ഉണ്ടോ? ഇല്ല. സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നത് നമ്മുടെ ജാതിയും അതൊന്നും നോക്കിയിട്ടല്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല. ഇതൊക്കെയാണ് തത്വങ്ങൾ. അത് മനസ്സിലാക്കി ആ രീതിയിൽ പോകുന്നവർക്ക് അതിൻ്റെതായ സമാധാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ സത്വഗുണം, രജോഗുണം, തമോഗുണം, ആ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തരും ഓരോ രീതിയിൽ ചിന്തിക്കുന്നത്. എല്ലാവർക്കും അപ്പോ നന്മ നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുക. സന്തോഷം.